Welcome to my channel. I am Demia George, career expert and life transformation trainer. ഈ ചാനലും അതുപോലെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ട്രെയിനിങ് സെഷനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള പല ആളുകളുടെ സംശയങ്ങൾ അതിന്റെ ആൻസർ നൽകുക എന്നുള്ളതാണ്. അപ്പൊ നേരെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്, പ്രോസ്പെരിറ്റി എന്ന വാക്ക് നമുക്ക് സമ്പത്ത് നേടിയെടുക്കാനായിട്ട് ഉപയോഗിക്കാമോ? ശരിക്കും പ്രോസ്പെരിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സമ്പത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയായിരിക്കും. പണം വരിക, അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ആയിരിക്കും മിക്ക ആളുകൾക്കും പ്രോസ്പെരിറ്റി എന്ന വാക്കുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രോസ്പെരിറ്റി എന്ന വാക്ക് ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് നേടിയെടുക്കാനായിട്ട്, അതായത് ധനമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് പ്രോസ്പെരിറ്റി എന്ന വാക്ക് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷെ എല്ലാ ആളുകൾക്കും പ്രോസ്പെരിറ്റി എന്ന വാക്ക് സമ്പത്ത് തന്നെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹെൽത്ത് ഇല്ല, എനിക്ക് ധാരാളം പണമുണ്ട്, എനിക്ക് എണീറ്റ് നടക്കാൻ പോലും കഴിയില്ല. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ പ്രോസ്പെരിറ്റി എന്നുള്ളത് ഹെൽത്ത് ആണ്. കരിയർ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ പ്രോസ്പെരിറ്റി എന്നുള്ളത് കരിയർ ആണ്. റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക്, നല്ലൊരു ബന്ധമില്ലാത്ത ആളുകൾക്ക് ധാരാളം പണം ഉണ്ടായിരിക്കാം, പക്ഷെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രോസ്പെരിറ്റി എന്നുള്ളത് നല്ലൊരു റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഈ പ്രോസ്പെരിറ്റി ആദ്യം വരുന്നത് പണമാണെങ്കിലും ഓരോ ആളുകളുടെയും ആവശ്യം എന്താണോ അതിനനുസരിച്ച് ചേഞ്ച് ആവും. അപ്പൊ ഇതിനകത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി പ്രോസ്പെരിറ്റി എന്നത് ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷെ എല്ലാ ആളുകൾക്കും സമ്പത്ത് തന്നെയാണ് പ്രോസ്പെരിറ്റി എന്നതിന് യാതൊരു അർത്ഥവുമില്ല. സെക്കൻഡ് ക്വസ്റ്റ്യന്, ഡയറി എഴുതാൻ പറ്റുമോ? ഞാൻ സ്ഥിരമായി ഡയറി എഴുതുന്ന ഒരാളാണ്. ഡയറി എഴുതുമ്പോൾ ഞാൻ വളരെ നെർവസ് ആവുന്നു, ഒരുതരം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നു. അത് മാറാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും നമ്മൾ എന്തിനാണ് ഡയറി എഴുതുന്നത്? ഡയറി എഴുതുന്നത് ഒരു നല്ല ശീലം തന്നെയാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരാൾക്ക് ചെറുപ്പം തൊട്ടേ ചിലപ്പം ടീച്ചേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിരിക്കും ഡയറി എഴുതുന്നത് ഒരു നല്ല ശീലമാണ് എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരാളെ സംബന്ധിച്ച് ഡയറി എഴുതുമ്പോൾ വളരെയധികം നെർവസ് ആവുന്നു, അതേപോലെ തന്നെ ഒരു ടെൻഷൻ, അതായത് ഡിപ്രഷൻ പോലെയുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരാളെ സംബന്ധിച്ച് ഡയറി എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നോർമലായി നമ്മൾ ഡയറി എഴുതുന്ന ഒരാൾക്ക് അവനവനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡയറി എഴുതുന്നത്, ശരിയല്ലേ? അതായത് നമ്മൾ ഇന്നത്തെ കാര്യമാണ് എഴുതുന്നത്. നമ്മൾ 2 ആഴ്ച മുന്നത്തെ കാര്യമല്ല ഇന്ന് എഴുതുന്നത്. ഇന്നത്തെ കാര്യം നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊരു ക്ലാരിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും എപ്പോഴും നല്ലതായിരിക്കും, എല്ലാ കാര്യങ്ങളും എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രമായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ആ നല്ല കാര്യങ്ങൾക്കൊപ്പം മോശമായിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പകർത്തി എഴുതുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്, ആ ഒരു കാര്യം നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഡയറി എഴുതുന്നത് നല്ല ഒരു ശീലം തന്നെയാണ്. കാരണം അത് ബ്രെയിനിന് റിലീഫ് തരുന്ന ഒരു കാര്യം കൂടിയാണ്. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതുന്നു, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഡയറി എഴുതുന്നത് അവരുടെ പാസ്റ്റിലേക്ക് പോകാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പൊ നമ്മളെ തിരിച്ചറിയേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ് നമ്മളെ തിരിച്ചറിയേണ്ടത്. നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നു എന്നതിനർത്ഥം നമ്മൾ സെൽഫ് ലവ് ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. അപ്പൊ സെൽഫ് ലവ് ഉള്ള ഒരാൾ എങ്ങനെയാണ് ശരിക്കും ബിഹേവ് ചെയ്യുന്നത്? നമ്മളുടെ മനസ്സിനെ, അതായത് നമുക്ക് ശാരീരികമായും മാനസികമായിട്ടും നമ്മൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് അത് എന്ത് തന്നെ ആയാലും, അത് എത്ര ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തി പറഞ്ഞതാണെങ്കിലും നമ്മൾ അൺഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അത്തരം ഹാബിറ്റ്സ് അവിടെ വെച്ച് ഉപേക്ഷിക്കണം. കാരണം നമ്മൾക്ക് ഒരു കാര്യം പറ്റില്ല എങ്കിൽ അതിന് നോ പറയാനുള്ള ആ ഒരു ശേഷിയാണ് നമുക്ക് സെൽഫ് ലവ് ഉള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. അല്ല എങ്കിൽ ഇതുപോലെ
നമ്മൾ ആരെങ്കിലും പറഞ്ഞു ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് അതായത് നോ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ അതിനർത്ഥം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പൊ ശരിക്കും ഡയറി എഴുതണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ്. പക്ഷേ നമുക്ക് അതുകൊണ്ട് ഒരു സ്ട്രെസ് ആണ് അനുഭവപ്പെടുന്നതെങ്കിൽ അത്തരം ഹാബിറ്റ്സ് അവിടെ വെച്ച് ഉപേക്ഷിക്കുക. അല്ലാത്ത ആളുകൾ അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള എല്ലാ പാഠങ്ങളും നമുക്കൊരു എല്ലാ പരാജയങ്ങളും അതുപോലെ തന്നെ നമുക്ക് വരുന്ന എല്ലാ മോശമായ കാര്യങ്ങളും ഒരു പാഠമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവർ മാത്രം ഡയറി എഴുതുന്ന ശീലമാക്കുക. അവർ പ്രീവിയസ് അവരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും അവർക്ക് അതിൽ നിന്നൊരു പാഠമാണ് കിട്ടിയിട്ടുള്ളത്. കാരണം എന്നെ എത്രത്തോളം മെന്റലി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചു എന്നുള്ള കാര്യം അവർക്ക് വരും. അല്ലാത്ത ആളുകൾ അതായത് നമ്മൾ വളരെ വീക്ക് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മുന്നേ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറന്നുപോയതാണെങ്കിൽ കൂടി ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിയുമ്പോൾ ആ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരികയും നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. നമ്മളാണ് നമ്മളുടെ ഹാബിറ്റ്സ്, ഡയറി എഴുതുന്ന ഒരു ഹാബിറ്റ്സ് തന്നെയാണ്. പക്ഷെ അതിൽ മോശമായതും നല്ലതുമായ വശങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചും വ്യത്യാസമുള്ളതായിരിക്കും. ഒരാൾ എഴുതുന്നു എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാൾ പറയുന്നു എന്ന് വെച്ചിട്ട് അതെന്നെ സംബന്ധിച്ച് നല്ലതാകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ സെലക്ട് ചെയ്യുക. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് വീഡിയോ ആയിട്ട് തന്നെ ആൻസർ തരാം. അപ്പം എല്ലാ ആളുകൾക്കും ഒന്നും റിപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയെന്ന് വരില്ല. എങ്കിലും ഞാൻ മാക്സിമം ആളുകൾക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. ചില സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലരുടെയും ഓപ്പൺ ചെയ്യാനൊന്നും ആയിട്ട് പറ്റില്ല. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ഹെൽത്ത് ആകാം, അതുപോലെ തന്നെ വെൽത്ത് ആകാം, റിലേഷൻഷിപ്പ് ആകാം, കരിയർ, അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അത് ഓരോന്നും നോക്കുക, എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് നിങ്ങൾക്കറിയാം. അപ്പൊ അത് നോക്കുക, അതിനാപ്റ്റായിട്ടുള്ള വീഡിയോകളുണ്ടോ. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്കറിയാലോ എന്ത് കാര്യവും നമ്മളായിട്ടൊരു മുൻകൈ എടുത്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എത്രത്തോളം നമുക്ക് പറഞ്ഞു തന്നാലും എത്ര ട്രെയിനിങ് കൂടിയാലും നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോകളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. എന്നിട്ട് അതുകൊണ്ടൊന്നും നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല, ഒരു മെന്ററുടെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രെയിനിങ് സെഷനിൽ, എൻ്റെ ട്രെയിനിങ് സെഷനിലായാലും ആരുടെ ആയാലും നിങ്ങൾക്ക് ട്രെയിനിങ് സെഷനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു 2 ക്വസ്റ്റ്യൻ ആൻസർ അപ്പം ചോദിച്ചിട്ടുള്ള ആളുകൾ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക. അപ്പൊ നാളെ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ മറ്റ് ടോപ്പിക്കുകളുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ചാനൽ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു.